പഞ്ചായത്ത് അധികൃതർ എന്താ? പഞ്ചായത്തിനൊക്കെ ഒരുപാട് വട്ടം കൊടുത്താന്നാ പറയുന്നത്. പിന്നെ ദിവസം ഒരു നിമിഷം സാനിയോ, നമുക്കിപ്പോൾ നിസാർ മാസ്റ്റർ ഉണ്ട്. നിസാർ മാസ്റ്റർ നടുവള്ളൂർ പഞ്ചായത്തിൽ മൊയ്തുവിന്റെ വാർഡിലെ മെമ്പറാണ്. നിസാർ മാസ്റ്റർ നമുക്കൊപ്പം ചേരുന്നു. നിസാർ മാസ്റ്റർ നമസ്കാരം. നിസാർ മാസ്റ്റർ ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഗുഡ് മോർണിംഗ് മാസ്റ്റർ. മൊയ്തുവിന്റെ കാര്യം അറിയാമല്ലോ, നമുക്കതൊന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുമോ മാസ്റ്റർ? അതിലെ പിന്നെ കോയയുടെ വിഷയം പിന്നെ പ്രധാനപ്പെട്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കോയയുടെ ആ റോഡ് വീതി കൂട്ടിയിട്ട് കേവലം 1.5 വർഷമായിട്ട് മാത്രമേ ഉള്ളൂ. ആദ്യം ഒരു ഇടവഴിയായിരുന്നു, പിന്നീട് നമ്മൾ തന്നെ ആളുകളോട് ബന്ധപ്പെട്ട പിന്നെ സ്ഥലത്തിന്റെ ഉടമസ്ഥന്മാരോട് പറഞ്ഞത് റോഡ് 3 മീറ്റർ വീതിയാക്കിയിട്ട് ഇപ്പോൾ 1.5 വർഷത്തോളം ആവുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ പഞ്ചായത്തിന്റെ ആസ്തിരേഖയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷമാണ് പഞ്ചായത്തിന് ഫണ്ട് വെക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് കാലമായിട്ടുള്ള റോഡല്ല, ഇപ്പൊ ഒരു 1.5 വർഷം ആയിട്ട് മാത്രമേ ഉള്ളത്. 3 മീറ്റർ റോഡാക്കി മാറ്റിയിട്ട് പഞ്ചായത്ത് രേഖയിലായി കഴിഞ്ഞല്ലോ അല്ലേ? പഞ്ചായത്ത് രേഖയിലാവാൻ വേണ്ടി കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പൊ ആയി കഴിഞ്ഞു, ആസ്തിരേഖയിലേക്ക് ആയി കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ഘട്ടത്തിൽ അതിന് ഫണ്ട് വെച്ച് അടുത്ത ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം ഒരുപാട് വൈകുമോ എന്നാണ് എന്റെ ചോദ്യം. ഇത് ഒരുപാട് വൈകും. അത് പിന്നെ പഞ്ചായത്തിന്റെ പിന്നെ നോംസ് പ്രകാരം അടുത്തൊരു പദ്ധതി പിന്നെ വരുമ്പോൾ മാത്രമാണ് ഇനി ഒരു ഫണ്ട് വെക്കാനുള്ള ചാൻസ് ഉള്ളത്. ഇത് ഏകദേശം എത്ര രൂപ വരും ഈ റോഡ് നിർമ്മാണത്തിന്? ഈ റോഡ് നിർമ്മാണത്തിന് ഏകദേശം അതിന് പിന്നെ ഒരു 5 ലക്ഷത്തിന് രൂപയുടെ അടുത്ത് അതിന് വേണ്ടി വരും മിക്കവാറും. ഓക്കെ, അവിടെ മറ്റു വീടുകളുമുണ്ട്? ഇല്ല, ഈ കോയയുടെ വീട് മാത്രമാണ് അങ്ങോട്ട് ആ വഴിക്കുള്ള, ഇദ്ദേഹത്തിന്റെ വീട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പഞ്ചായത്ത് നമ്മൾ വകുപ്പ് മന്ത്രിയുമായിട്ടൊക്കെ സംസാരിച്ചത് ഒരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവർ നീക്കം നടത്തിയാൽ നേരത്തെ കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നേരത്തെ വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ MLA ഫണ്ട്, MP ഫണ്ട് ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റും. പക്ഷെ പഞ്ചായത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് അതൊരു പിന്നെ ബജറ്റ് സമയത്ത് മാത്രമാണ് പഞ്ചായത്തിന്റെ ഫണ്ടിലേക്ക് പുതിയ വരിക. ഇല്ലെങ്കിൽ നമ്മളത് പിന്നെ റീഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന രീതിയിലേക്ക് എത്തിക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും നിസാർ മാസ്റ്റർ അക്കാര്യം ഒന്ന് പരിഗണിക്കുക. കോയയുടെ ഒരു സങ്കടം കണ്ടിട്ട് വല്ലാത്തൊരു വിഷമമുണ്ട്. തീർച്ചയായിട്ടും. താങ്ക് യു നിസാർ മാസ്റ്റർ. സാനിയോ, ഇതാണ് പഞ്ചായത്ത് പറയുന്നത്. പഞ്ചായത്ത് ഓക്കെയാണ്, സ്ഥലം പഞ്ചായത്ത് രേഖയിൽ കയറി കഴിഞ്ഞു. അടുത്ത ഒരു ബഡ്ജറ്റിൽ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാമെന്നാണ് പറയുന്നത്. മറ്റ് നാട്ടുകാർ ഇതിനാണ് സഹകരിക്കാൻ സാധ്യതയുണ്ടോ സാനിയോ? കുറച്ച് പഞ്ചായത്തും കുറച്ച് നാട്ടുകാരും എന്ന മട്ടിൽ. യെസ്, നാട്ടുകാരോട് നമുക്ക് സംസാരിക്കാം. അതായത് ഈ സ്ഥലം വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞത് നിങ്ങളുടെ ബന്ധുവൊക്കെ കൂടി തന്നെ റിലേറ്റീവാണ്, കോയന്റെ റിലേറ്റീവാണ്.